ഒരു ഇന്ത്യക്കാരൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ നടത്തിയ വലിയ വെളിപ്പെടുത്തലുകളാണ് ഇന്ന് രാജ്യം കണ്ടത്. ജനാധിപത്യത്തിനുമേൽ വീണ അണുബോംബ് എന്ന വിശേഷണത്തോടെ വോട്ട് കൊള്ളയുടെ വലിയ തെളിവുകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യക്കാരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. മഹാരാഷ്ട്രയിലെ അസാധാരണ പോളിംഗ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, കർണാടകയിലെ ക്രമക്കേട് സംശയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 4 തവണ കത്തയച്ചു. ഡിജിറ്റൽ ഡേറ്റ തരാഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞ വസ്തുതകൾ, 7 അടി പൊക്കത്തിൽ 300 കിലോ വരുന്ന കടലാസുകൾ 6 മാസമെടുത്ത് പരിശോധിച്ചു കണ്ടെത്തിയ സത്യങ്ങൾ, മഹാരാഷ്ട്രയിലെ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ, 5 മണി കഴിഞ്ഞ് കുതിച്ചുയർന്ന പോളിംഗ്, തെളിവ് ചോദിക്കുമ്പോൾ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. കോൺഗ്രസ് പരിശോധിച്ചത് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ക്രമക്കേടാണ്. അതിലുൾപ്പെട്ട മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ക്രമക്കേടാണ്. 4 ബൂത്തിൽ വരെ വോട്ടുള്ളവരും 4 സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരും 70 വയസ്സുള്ള കന്നി വോട്ടറും അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നു. മഹാദേവപുരയിൽ നിന്നും ഈ അന്വേഷണം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചാൽ വരുന്ന സത്യം എന്താകും? പുറത്തുവരുന്നത് ക്രിമിനൽ തെളിവുകളാണ്. 3,30,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള വെറും 25 സീറ്റിലെ അട്ടിമറി മതി ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ. അപ്പോൾ ആരാണ് നമ്മളെ ഭരിക്കുന്നത്? വോട്ട് കൊള്ളയോ?